ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് ചെങ്ങന്നൂർ. അപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്ററിനെ കുറിച്ചാണ്. ഒരു ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിന് അടിപൊളിയായിട്ടുള്ള നല്ല കമൻസും അതുപോലെ നല്ല വ്യൂവേഴ്സും എനിക്ക് ലഭിച്ചിരുന്നു. അത് മാവേലിക്കലുള്ള റോജൻ്റെ ഒരു തെർമോക്കോളിലുള്ള ഒരു ഇൻക്യുബേറ്റർ ആയിരുന്നു. ഇപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് റോജൻ്റെ അടുത്ത് തന്നെയാണ്. റോജൻ്റെ രണ്ടാമത്തെ ഇൻക്യുബേറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രിഡ്ജിനകത്ത് ഒരു ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ് ഇന്ന് ഇവിടെ റോജൻ റെഡിയാക്കിയിരിക്കുന്നത്. നേരത്തെ തെർമോക്കോളിലാണെങ്കിൽ ഇന്ന് ഫ്രിഡ്ജിനകത്ത്, അതും ഓട്ടോമാറ്റിക്കിൽ. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്ന് ശരിക്കും നമുക്ക് നേരിട്ട് പോയിട്ട് തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ റോജൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ റോജനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം ഞാൻ ഇതിനു മുമ്പേ തെർമോക്കോളിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. നല്ല വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ റോജൻ തന്നെ ഇപ്പോൾ രണ്ടാമതുണ്ട് ഫ്രിഡ്ജിനകത്ത് ഒരു ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഇച്ചിരി പഴക്കം ചെന്ന ഫ്രിഡ്ജാണല്ലേ? അതെ അതെ, ഒരു 22 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ്. 22 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ്. എന്തുകൊണ്ടാണ് ഈ 22 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് എടുത്തത്? അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ വരുന്ന ഫ്രിഡ്ജ് കൂടുതലും ബോഡി കട്ടി കുറവാണ്, പെട്ടെന്ന് തന്നെ ഡോറ് ഡാമേജ് ആയി പോകും. പണ്ട് കാലത്തെ ആകുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അത് ശരി, ഓക്കെ. അപ്പോൾ പഴയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടെന്നും ഇപ്പോഴത്തെ ഫ്രിഡ്ജിന് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഫ്രിഡ്ജ് എടുക്കാത്തത്. ഓക്കെ, അത് നല്ലൊരു തീരുമാനം, നല്ല കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം എത്ര മുട്ട നമുക്ക് വെക്കാൻ പറ്റും? ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ചെറിയ ഫ്രിഡ്ജാണ്. അപ്പൊ നമുക്ക് നല്ല സ്പേസ് കിട്ടാനും അതിന്റെ ആ ബൾബ് എല്ലാം വെക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ ആ ട്രേ നല്ല രീതിയിൽ തിരിയാൻ വേണ്ടി ഞാൻ 4 ട്രേ ആക്കിയേക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഓൾറെഡി ഒരു 150 മുട്ട വെക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ദിവസം എടുത്തു? ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ മാനുവലിന്റെ ഇൻക്യുബേറ്ററിന്റെ ബിസിനസ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ടൈമിലാണ് ഇത് ചെയ്യുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു 6 ദിവസമെങ്കിലും എടുത്തിട്ടുണ്ട്. 6 ദിവസം എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഉറപ്പൊക്കെ ഉടച്ചായിരിക്കും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇതിന് എത്ര രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് ഓൾറെഡി എന്റെ ഞാനിപ്പോ തന്നെ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ മാത്രം ഇതിന്റെ തെർമോസ്റ്റാറ്റും കാര്യങ്ങളും എല്ലാം കൂടെ 8 രൂപ എടുത്തായി. ഇതിന്റെ ട്രേ എല്ലാം ഞാൻ തന്നെ പണിതത് അല്ലേ? അത് ശരി. ഇപ്പൊ 8 രൂപ ആയിട്ടുണ്ട്. 5-6 ദിവസത്തെ പണിയുണ്ട്, അതുപോലെ ഒരു 8 രൂപയോളം ഇപ്പം ചിലവായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ ഇപ്പോൾ ഒത്തിരി ഈ വിപണിയിൽ ഇറങ്ങിയുന്നുണ്ട്. പലരും അത് ആ മേഖലയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇൻക്യുബേറ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കാനും ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. എല്ലാവരും ഈ കോഴി വളർത്തലും കാര്യങ്ങളിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഇൻക്യുബേറ്ററിൻ്റെയും വളർച്ച പെട്ടെന്നായിരുന്നു. അപ്പോൾ ഈ ഇൻക്യുബേറ്റർ മാനുവലും ഈ പറയുന്ന ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് നമ്മൾ മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്ഗ് നമ്മൾ 3 നേരം നമ്മൾ തന്നെ കൈകൊണ്ട് റൊട്ടേഷൻ ചെയ്യണം, തിരിച്ചു വെക്കണം. പിന്നെ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചറും അറിയാം, ഹ്യൂമിഡിറ്റി അറിയാം. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി അറിയാം. ഇതിന് രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ്. അതെ, ഇതിന്റെ പേര് STC 3028 എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് ഒരു വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തിൽ നമുക്ക് 18 ദിവസം വരെ കോഴിമുട്ട വിരിയേണ്ട ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും. വിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്, 60-നും 70-നും ഇടയ്ക്ക്. അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് നിർത്തും. ഇതിനകത്ത് ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ ഹ്യൂമിഡിഫയർ ഓണായി ഹ്യൂമിഡിറ്റി ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടത് എത്രയാണോ ഹൈ നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തേക്കുന്നത് ആ സെറ്റ് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ കട്ട് ഓഫ്. പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ വലിയൊരു ഉപകാരം എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ട തിരിക്കണ്ട. പിന്നെ വേറെ തെർമോകോൾ ഇൻക്യുബേറ്ററിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഭയങ്കര പാടുള്ള കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമ്മളുടെ ഈ വായു ഒന്ന് തുറന്നു കാണിക്കാം. അതായത് നമ്മളിപ്പോൾ താഴെയാണ് ബൾബ് വെച്ചേക്കുന്നത്. എപ്പോഴും ചൂട് വായു ചൂടാകുമ്പോൾ മുകളിലോട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു ഫാൻ വെച്ചിരിക്കുന്നത്. ഇതിപ്പം ബൾബ് ഓൺ ആകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കട്ട് ഓഫ് ആവും.
അപ്പൊ നമുക്ക് ഇവിടെയുള്ള ചൂടിനെ താഴെ എത്തിക്കണം. അതാണ് ശ്രമകരമായിട്ടുള്ള ഒരു ഭയങ്കര ജോലി. അപ്പൊ എപ്പോഴും ഇൻക്യുബേറ്ററിൽ ഞാൻ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ഈ ഇൻക്യുബേറ്ററിൽ താഴെയുള്ള ഈ മേൽ ഭാഗത്തായിരിക്കും കൂടുതൽ ഹാച്ചിങ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തിൽ എല്ലാം തുല്യമായിട്ട് ഒരുപോലെ കിട്ടണം ടെമ്പറേച്ചർ. അപ്പൊ ഇതിന് കാലിബ്രേഷൻ ചെയ്യണം, ഈ തെർമോസ്റ്റാറ്റ് കാലിബ്രേഷൻ ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഇപ്പൊ സെറ്റ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് കറങ്ങുന്നത്. നമുക്ക് വേണ്ട 3 മണിക്കൂർ കൂടുമ്പോൾ ഇത്ര സെക്കൻഡ് ആണോ കറങ്ങേണ്ടത്, ആ സെക്കൻഡ് ആകുമ്പോൾ ആ ടൈം ആകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ 45 ആംഗിൾ കറങ്ങും. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെയ്ത് ഇതേപോലെ തന്നെ ഇപ്പുറത്തും വന്ന് ഇരിക്കണം ഈ ട്രേ. ഇതിനകത്ത് ഈ ട്രേയിൽ ഇപ്പൊ എത്ര മുട്ടകൾ നമുക്ക് വെക്കാൻ പറ്റും? ഇതിന്റെ അകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിന്റെ അകത്തിൽ ഒരു ട്രേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അതിലൊരു 30 വെട്ടാം. ഇപ്പൊ ഓൾറെഡി ഒരു 120-150 മുട്ട നമുക്ക് കയറ്റാം അതിൻ്റെ അകത്ത് കയറ്റാം. അപ്പൊ നമ്മളെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. ഇത് ഒന്ന് സക്സസ് ആയതിനു ശേഷം ഇതിന്റെ വലുത് ഉണ്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ തുടങ്ങി. അപ്പൊ ഇതെന്താണ് ഏറ്റവും താഴെ നമ്മള് അതാണ് ഹ്യൂമിഡിഫയർ. ഇപ്പൊ ഈ ഹ്യൂമിഡിഫയർ ഇപ്പൊ ഓണാകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 67% നമ്മളിപ്പോ സെറ്റ് ചെയ്ത് ഇപ്പൊ അടച്ചിടണം. ഇപ്പൊ നമുക്ക് കാണിക്കാം. നമുക്ക് ഈ 60 താപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ 60 താഴോട്ട് ഹ്യൂമിഡിറ്റി പോയി കഴിഞ്ഞാൽ ഓൾറെഡി ആ ഹ്യൂമിഡിഫയർ ഓണായി ആ ഹ്യൂമിഡിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കും. അതിപ്പോ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ ഈ ഹ്യൂമിഡിറ്റി ഇപ്പൊ 68% ഉണ്ട്. 68 ഉണ്ട് ഇപ്പൊ ഓൾറെഡി ഇൻക്യുബേറ്ററിൽ. അപ്പൊ നമുക്കത് നേരെ താഴോട്ട് പോകണം. 60 ആകുമ്പോഴേ ആ ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ ഇപ്പൊ നമ്മുടെ ബൾബ് ഇട്ടിട്ടുണ്ടല്ലോ, ആവശ്യത്തിന്റെ ടെമ്പറേച്ചർ ആകുമ്പോൾ അത് കട്ട് ഓഫ് ആകും, കുറയുമ്പോൾ ഓൺ ആകും. അതേ പ്രവർത്തനം തന്നെ അത് ചെയ്യണം. ഈ മേളിൽ കാണുന്ന ടൈമറാ? അതെ, ഇത് ടൈമറാണ്. ഇത് നമ്മൾ അക്വേറിയത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന ടൈമറാണ്. അക്വേറിയത്തിൽ ഉപയോഗിക്കാം, ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കാം. ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ അതിൽ ഒരേ ഒരു സെറ്റിംഗ്സ് മതി. അപ്പം നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ ബൾബുകൾ നമുക്ക് രാത്രി കാലങ്ങളിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ടൈം വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഓണാക്കാൻ ഓഫാക്കാൻ നിൽക്കണ്ട, വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. ഏതായാലും ഈ ചെറിയ ഈ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ്. ഇതിപ്പോ ആർക്കും കൊടുക്കാൻ വേണ്ടിയാണ്? അല്ലല്ല, ഇപ്പൊ ഇത് നമ്മുടെ വീട്ടില് ഉപയോഗത്തിന് തന്നെ. ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഡെവലപ്പ് ചെയ്ത് ഈ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ വേറെ നല്ല ഒരു ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്ന അലൂമിനിയത്തിന്റെ ഷീറ്റ് വെച്ച് അടിച്ച് നമുക്ക് അതിന്റെ അകത്ത് തെർമോകോൾ ഒട്ടിച്ച് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജ് ചെയ്ത് കൊടുക്കാം, അല്ലാതെയും ചെയ്തു കൊടുക്കും. ഓക്കെ. ഇത് നമ്മൾ ഹ്യൂമിഡിറ്റി ഫയറിങ് നടക്കുവാണ്. ഹ്യൂമിഡിറ്റി എപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഡ്രൈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ഇവിടെ ഈ മോട്ടറാണല്ലേ? അതെ. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2.5 RPM വളരെ സ്ലോയിലി ആയിട്ട് കറങ്ങത്തുള്ളൂ അല്ലേ? അത് ശരിയാണ്. അത് ഒരു 25 കിലോ ഭാരം 25 കിലോ ഭാരം ഇത് എടുക്കുന്നുണ്ട് അല്ലേ? ട്രൈ ഉണ്ടാക്കാൻ നമ്മളെപ്പോഴും നല്ല ഫ്രീ ആയിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ലോഡ് കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോകും. ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ, ഫ്രിഡ്ജിലുണ്ടാക്കിയ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിൻ്റെ ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഇതുണ്ടാക്കിയതൊക്കെ 5-6 ദിവസം എടുത്തു. അതുപോലെ 10 രൂപയോളം ചിലവായിട്ടുണ്ട്. ഇത് പക്ഷേ ആർക്കും കൊടുക്കാനില്ല. ഇത് ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ ഒത്തിരി പേര് ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നില്ല. പക്ഷേ ആവശ്യക്കാർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അതിപ്പം ഫ്രിഡ്ജിലായാലും അല്ലാതെ ബോക്സിലായാലും ഇതുപോലുള്ള ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ റെഡിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണുന്നവരെ